കർത്താവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം വളരെ സന്തോഷത്തോടുകൂടെ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിലും ഇടയാക്കി തന്ന ദയയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു ഇന്ന് പകൽക്കാലം ഇവിടെ വരുമെന്നും തിരുവചനം സംസാരിക്കുമെന്നും. എന്നാൽ കർത്താവ് ഒരുക്കിയ ഈ നല്ല നിമിഷങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നമുക്ക് വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6:14. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് വളരെ പരിചയമുള്ളത് മാത്രമല്ല, വളരെ ഇഷ്ടപ്പെട്ടൊരു വാക്യമാണ് ഗലാത്യ ലേഖനത്തിലെ ഈ വാക്യം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് വായിക്കുവാനും അതിനെ അല്പമായി ഒന്നും മനസ്സിലാക്കുവാൻ കർത്താവിൻ്റെ കൃപയാൽ കർത്താവിനെ ഇടയാക്കി. അതാണ് ഇന്ന് പകൽക്കാലം സംസാരിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ വന്നത്. ഇതിൻ്റെ ഗലാത്യ സഭകളുടെ പശ്ചാത്തലങ്ങൾ ഞാൻ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമുക്ക് ഇതറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെക്കൻ ഗലാത്യയിലുള്ള സ്ഥലങ്ങളിലുള്ള സഭകൾക്കാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ താൻ പൈനർ ചെയ്ത ചർച്ചസിനെ വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. എന്നാൽ ഞാൻ ഈ ലേഖനം വായിക്കുമ്പോൾ, ഇത് ലേഖനം മാത്രമല്ല, പൗലോസിൻ്റെ ഏത് ലേഖനം വായിക്കുമ്പോൾ ഞാൻ അവിടെ സൂക്ഷ്മമായി നോക്കുന്ന ഒരു കാര്യം, ഹൗ ഡിഡ് ഹി മിനിസ്റ്റർ ബിറ്റ്വീൻ ദ പീപ്പിൾ, ഹൗ ഡിഡ് ഹി മിനിസ്റ്റർ ടു ദ ചർച്ച്, ഹൗ ഡിഡ് ഹി മിനിസ്റ്റർ, ഹൗ ഡിഡ് ഹി പ്രീച്ച് ദ ഗോസ്പൽ. അത് വളരെ ഞാൻ സൂക്ഷ്മമായി ശ്രദ്ധിക്കാറുണ്ട്. ഗലാത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഈ വാക്യത്തിലേക്ക് നമുക്ക് വരണം. അത് ഈ ലേഖനത്തിൻ്റെ ഏറ്റവും കൺക്ലൂഷനിൽ പൗലോസ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് താൻ പറഞ്ഞു, സ്പെഷ്യലി അവിടെ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ എനിക്കോ എന്നുള്ള ഒരു എംഫസിസ് അവിടെ കൊടുക്കുക, ഫോർ മീ. അതിൻ്റെ അർത്ഥം എന്തോ പറഞ്ഞു വന്ന് അവിടുത്തെ ഒരു സാഹചര്യം നമ്മളൊന്ന് മനസ്സിലാക്കി വന്നെങ്കിൽ മാത്രമേ ഈ വാക്യം, തൊട്ടുമേളത്തെ 2-3 വാക്യങ്ങളും താഴത്തെ ഒരു വാക്യം കൂടെ ചേർത്ത് നമ്മൾ ഇത് മനസ്സിലാക്കാൻ ഇടയാകും. അപ്പം ഈ പൗലോസിൻ്റെ ഈ മിഷണറി പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഈ ഗലാത്യയിൽ ഈ സ്ഥലങ്ങളിലുള്ള മിഷണറി പ്രവർത്തനങ്ങളെ നമുക്ക് ഈ ലേഖനത്തിൽ തന്നെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് എൻ്റെ 3-ാം അധ്യായം എൻ്റെ 1-ാം വാക്യം, പ്രിയ ദൈവമക്കളൊന്ന് നോക്കണം. 3:1 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പേ വരച്ച് കാണിച്ചിരിക്കെ എന്ന് പറഞ്ഞാൽ, ഒരു പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് ജീസസ് ഇസ് ക്രൂസിഫൈഡ് എന്ന് വളരെ വലിയ അക്ഷരത്തിൽ ഈ ഗലാത്യ പട്ടണങ്ങളിലെല്ലാം ചെന്ന് താൻ സുവിശേഷം അറിയിച്ചു. എന്താ സുവിശേഷം അറിയിച്ചത്? യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ഇത് കിട്ടും അത് കിട്ടും എന്നുള്ളതല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അത്രേ താൻ പ്രസംഗിച്ചത്. ഈ പ്രീച്ച്ഡ് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. എന്നിട്ട് പ്രസംഗിച്ചിട്ട് ഈ പ്രസംഗിയുടെ ഈ ജീവിതം ഒന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ പ്രസംഗിയുടെ ശാരീരികമായിരിക്കുന്ന ഒരവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ, ഹി വാസ് നോട്ട് ദാറ്റ് സൗണ്ട് ഡ്യൂറിങ് ദിസ് പീരിയഡ്. വളരെ ശാരീരികമായിരിക്കുന്ന ഒരു ബലത്തോടൊന്നും അല്ല ഗലാത്യ സഭകളിലൊക്കെ വന്ന്, അല്ലെങ്കിൽ ആ സ്ഥലത്ത് വന്ന് സുവിശേഷം അറിയിച്ചത്. ഹി വാസ് വെരി വീക്ക്. വളരെ ബലഹീന അവസ്ഥയിലായിരുന്നു ആ പട്ടണങ്ങളിൽ വന്ന് താൻ സുവിശേഷം അറിയിച്ചത്. താൻ ബലഹീനമാണെങ്കിലും താൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചത് അത് ബലഹീനമല്ല. ആ സുവിശേഷം അവരെ വലുതായിട്ട് വിപ്ലവകരമായിരിക്കുന്ന മാറ്റങ്ങളെ അവർ ജീവിതത്തിൽ ഉണ്ടാക്കി. പ്രാസംഗിന്റെ ആ പ്രാസ് വെച്ചുള്ള പ്രസംഗമോ ആ മനുഷ്യന്റെ അറിവോ ഒന്നും അല്ലായിരുന്നു ഇവരെ ദൈവമക്കളാക്കിയത്, ദൈവകൃപയിലും കൊണ്ടുവന്നത്. പ്രത്യുത സുവിശേഷത്തിൽ തന്നെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. അത് വളരെ സിമ്പിളായി, വളരെ പ്ലെയിനായി ഏത് രക്ഷിക്കപ്പെട്ട വ്യക്തി അത് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തി ആ പാപികളുടെ ഉള്ളിൽ വ്യാപരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്.
അങ്ങനെ വളരെ ബലഹീനരായിരിക്കുന്ന, അതായത് ഈ പൗലോസിന്റെ ആ ബലഹീനത കണ്ടിട്ട് തന്നെ ഗലാത്യ സഭകളിലുള്ള വിശ്വാസികൾ സ്നേഹത്തോടെ അവരുടെ അവയവങ്ങൾ തന്നെ കൊടുക്കാൻ വരെ തീരുമാനിച്ചിരുന്ന ആ ഒരു സമയമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവർക്ക് ഈ പൗലോസിനോട്. അത്ര ബലഹീനനായിരുന്നു പൗലോസ്. എന്നാൽ സുവിശേഷം ബലഹീനമല്ല, സുവിശേഷം വളരെ ശക്തിയോടെ താൻ പ്രസംഗിച്ചു. അതൊരു പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് കവലയിലൊക്കെ നിന്ന് പ്രസംഗിക്കുന്നത് പോലെ, ഒരു പ്ലക്കാർഡ് പിടിച്ച് നിൽക്കുന്നത് പോലെ വലിയ ബോൾഡ് അക്ഷരത്തിൽ കാണുന്നത് ക്രൈസ്റ്റ് ഇസ് ക്രൂസിഫൈഡ്, ക്രൈസ്റ്റ് ഇസ് ക്രൂസിഫൈഡ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു പാപിക്ക് നീതീകരണമുണ്ട്, ദൈവം അവനെ നീതീകരിക്കുന്നു എന്നുള്ള ഈ സുവിശേഷ വാർത്തയായിരുന്നു ഗലാത്യ പട്ടണങ്ങൾ കേൾക്കുവാനിടയായി തീർന്നത്. എന്നാൽ പലരും പറയുന്നത് പോലെ ഫിലിപ്പോസ് പ്രസംഗിച്ചു, ഷണ്ണന്റെ വഴിക്ക് പോയി, ഫിലിപ്പോസിന്റെ വഴിക്ക് പോയി എന്നല്ല. ഈ പ്രസംഗിച്ച പൗലോസ് ഇവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അതിന്റെ 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം പിന്നെയും അഗൈൻ ഐ ആം ഇൻ എ ലേബർ പെയിൻ. സുവിശേഷം കേട്ടത് സത്യമാണ്, രക്ഷിക്കപ്പെട്ടതും സത്യമാണ്, സ്നാനപ്പെട്ടതും സത്യമാണ്, സഭയുടെ അംഗമായതും സത്യമാണ്. പക്ഷെ അതുകൊണ്ട് അപ്പോസ്തലൻ തൃപ്തിപ്പെടുന്നില്ല. ക്രിസ്തു ഇവരിൽ ഉരുവാകുവോളം ഐ ആം ഇൻ എ ലേബർ പെയിൻ. ദൈവദാസന്റെ പെയിനും നോക്കിക്കേ. വാട്ട് ഇസ് ഹിസ് പെയിൻ? ഒരു യഥാർത്ഥ ദൈവദാസന്റെ പെയിൻ എന്ന് പറയുന്നത്, കുറെ പേരെ സ്നാനപ്പെടുത്തി രജിസ്റ്ററിൽ പേര് വന്നു, സഭ നിറഞ്ഞു എന്നുള്ളതിലല്ല തന്റെ പ്രശംസ. അത് ഇരിക്കട്ടെ, അപ്പോൾ തന്നെ വന്നവരുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകുവേണം എന്ന് ഓർത്ത് താൻ അനുദിനം പ്രസവവേദനയോടെ പഠിപ്പിക്കും, പ്രസവവേദനയോടെ പ്രസംഗിക്കും, പ്രസവവേദനയോടെ വ്യക്തിപരമായി സംസാരിക്കും. വൈ? എന്തുകൊണ്ട്? ക്രിസ്തു ഇവരിൽ ഉളവാകുവാൻ വേണ്ടി. ഞാനിവിടെ കാണുന്നത് പൗലോസ് യേശു ക്രിസ്തുവിന്റെ ആ അന്ത്യ ദൗത്യത്തെ നിറവേറ്റുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നത്. സുവിശേഷം പ്രസംഗിച്ചു, എന്നാൽ സുവിശേഷം പ്രസംഗിച്ചിട്ട് മാത്രം പോവുകയല്ല, ഹീ സ്റ്റാർട്ടഡ് ഡിസൈപ്പിളിങ് ദ പീപ്പിൾ. ക്രിസ്തു അവരിൽ ഉരുവാകുവേണം, ക്രിസ്തു അവരിൽ ഉരുവാകുവോളം വേദനയോടെ ആകുന്ന പൗലോസിനെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഒരു പക്ഷേ ആയിരിക്കാം ഈ ലേഖനം വായിക്കുമ്പോൾ വി ക്യാൻ സീ എ റോ പോൾ, ഒരു റോ പോളിനെ നമുക്ക് കാണാം. ഈസ് വെരി അപ്സെറ്റ്. ബാക്കി കത്തുകളെ പോലെ ഒരു കമൻഡേഷനോ അവരെ കമന്റ് ചെയ്യുന്നതായിട്ട് നമുക്കൊന്നും കാണുന്നില്ല. സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. 3:1 പറയുന്നത് എന്താണെന്നറിയാമോ? എനിക്ക് ധൈര്യമില്ല അങ്ങനെ എഴുന്നേറ്റുന്ന സഭയെ പറയാൻ. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. സ്തോത്രം. ഒന്ന് നോക്കിച്ചേക്കേ. 1-ാം അധ്യായത്തിന്റെ 6 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ 2 തവണ പറയുന്നുണ്ട് ശപിക്കപ്പെട്ടവൻ, ശപിക്കപ്പെട്ടവൻ. വളരെ സ്ട്രോങ് വേർഡ്സ് ഇവിടെ യൂസ് ചെയ്യുകയാണ്. വൈ പോൾ യു ആർ അപ്സെറ്റ്? എന്തുകൊണ്ടാണ് പൗലോസെ അപ്സെറ്റ് ആയിരിക്കുന്നത്? അതിന്റെ 1-ാം അധ്യായത്തിന്റെ 6 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴാണ് പൗലോസ് എന്തുകൊണ്ടാണ് അപ്സെറ്റ് ആയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അപ്പൊ അവിടുത്തെ വിഷയം there is no other gospel, ഒറ്റ സുവിശേഷമേ ഉള്ളൂ. എന്നാൽ ആ സുവിശേഷത്തെ കലക്കിയ സുവിശേഷത്തിലേക്ക് ഈ രക്ഷിക്കപ്പെട്ടവരെ മറിച്ചു കളയുന്ന ചിലർ അവിടെ വന്നു. നമ്മൾ ആ ലേഖനങ്ങൾ ഒന്ന് സൂക്ഷ്മമായി പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇവർ മറിഞ്ഞുപോയി. പൗലോസിനോട് പണ്ടുണ്ടായിരുന്ന സ്നേഹമൊന്നും ഇല്ല. അത് ഞാൻ മുമ്പോട്ട് വരുമ്പോൾ ഞാൻ പറയാം. പണ്ടുണ്ടായിരുന്ന ദൂതനെ പോലെ കൈക്കൊള്ളുകയും ക്രിസ്തുവിനെ പോലെ കൈക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സ്വഭാവമൊന്നും ഇപ്പൊ ഇല്ല. എന്തോ പറ്റി? മറഞ്ഞുപോയി. ആ സ്നേഹത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുക. സ്നേഹത്തിൽ വീഴ്ച വരുമ്പോഴേ മനസ്സിലാക്കിക്കോണം, സുവിശേഷ സത്യത്തിൽ നിന്ന് എവിടെന്നോ നമ്മൾ ലൂസായിട്ടുണ്ടെന്ന. സുവിശേഷ സത്യത്തിൽ അവസാനം വരെ നിന്നാൽ സഹോദര പ്രീതിയിലും സ്നേഹത്തിലും നാം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. അപ്പൊ ഇവര് മറിഞ്ഞുപോയി ഏകദേശം.
അതുകൊണ്ട് പൗലോസ് ദുരുപദേശക്കാരോടെ കുറിച്ചും ദുരുപദേശത്തെ കുറിച്ചും പറയുന്നത്, ഞങ്ങൾ വി ഡിഡ് നോട്ട് ഗീവ് ഹിം എ മൊമെന്റ്, ഒരു അവസരം പോലെ ഞങ്ങൾ വഴങ്ങി കൊടുത്തില്ല ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി. വി ഡിഡ് നോട്ട് ഗീവ് എനി സിംഗിൾ മിനിറ്റ്. അല്ലാതെ ആൾക്കാരെ കൂട്ടാൻ വേണ്ടി 3 ദിവസത്തെ പ്രാർത്ഥനയാണെങ്കിൽ 2 ദിവസം ഉപദേശം പ്രസംഗിക്കുന്നവരെയും 3-ാമത്തെ ദിവസം ആൾക്കാരെ കൂട്ടുവാൻ പ്രസംഗിക്കുന്നവരെയും വിളിക്കുന്ന ഒരു രീതിയല്ല പൗലോസിന്റെ. പൗലോസ് പറയുന്നത്, വി ഡിഡ് നോട്ട് ഗീവ് വൺ ഡേ വിട്ടോ 1 മിനിറ്റ് പോലും ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കളയുവാൻ വേണ്ടി വന്നവർക്ക് ഞങ്ങൾ അവസരം കൊടുത്തില്ല. സ്തോത്രം. വി ഡിഡ് നോട്ട് ഗീവ്. എന്താ കാരണം? അസാര പുളിമാവ് പിണ്ടത്തെ മുഴുവനും എന്ത് ചെയ്യും? പുളിപ്പിക്കും. ഇപ്പൊ ഫ്രിഡ്ജിൽ ഒരു കേക്ക് ഉണ്ടെന്ന് വിചാരിച്ചു, ആ കേക്കിൽ പോയിസൺ ഉണ്ടെന്ന് വിചാരിച്ചു. കാണാൻ നല്ല രസമുണ്ട്, ബ്രൗൺ കളറാണ്, ചോക്ലേറ്റ് ആണ്, അതിൻ്റെ വെളിയിലൊക്കെ നല്ല ഭംഗിയായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മളിൽ ആരും ചിന്തിക്കുമോ, അതിൻ്റെ അകത്തൊരു പോയിസൺ അല്ലേ ഉള്ളേ, അതിൻ്റെ വെളിയിലുള്ള ക്രീം ഒന്ന് ഞാൻ നക്കി തിന്നാം എന്ന് നമ്മൾ ചിന്തിക്കുമോ? ഇല്ല. അത് ഫ്രിഡ്ജിൽ 1 മിനിറ്റ് പോലും നമ്മൾ വെക്കത്തില്ലെങ്കിൽ ദുരുപദേശക്കാരെ 1 നിമിഷം പോലും വെക്കാൻ നമുക്ക് അവസരം ഇല്ല, നമുക്ക് പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇത് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കും. ഏകദേശം പുളിപ്പിക്കുന്ന അനുഭവത്തിൽ വന്നതുകൊണ്ടാണ് ഇവിടെ ഈ ഗലാത്യ ലേഖനത്തിന്റെ തുടക്കത്തിൽ ഇവരെ കമന്റ് ചെയ്യാനൊന്നും പൗലോസിന് സമയമില്ല. ഈ സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. കാരണം ഇവര് വന്ന് ചെയ്യുന്നത്, ഒന്നാമത് ചെയ്യുന്നത് പാസ്റ്ററെ അല്ലെങ്കിൽ ഈ അപ്പോസ്തലനെ അറ്റാക്ക് ചെയ്യുക. 2 ചെയ്യുന്നത് ഈ അപ്പോസ്തലൻ പ്രസംഗിക്കുന്ന വിഷയത്തെ അറ്റാക്ക് ചെയ്യുക. 2 അറ്റാക്കാ. 1 അപ്പോസ്തലനെ അറ്റാക്ക് ചെയ്തു. അതുകൊണ്ടാണ് 1-ാം അധ്യായം 1-ാം വാക്യം തന്നെ തുടങ്ങുന്നത്. അവിടെ തുടങ്ങുന്നത് നോക്കിക്കേ, മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനുമായുമല്ല. ഈ വാക്യം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ വരുന്നത്, ഒരു ചൂരൽ വടി കയ്യിൽ ഇങ്ങനെ ഉണ്ട്, ഒരു പേനയും കയ്യിലുണ്ട്, ഇവരടുത്തുണ്ടെങ്കിൽ ഒരു അടിയും കൊടുത്ത് എഴുതാം എന്നുള്ള ചിന്തയില്ല. നോക്കിക്കേ, മനുഷ്യരാൽ നിന്നല്ല മനുഷ്യരിൽ നിന്നല്ല യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്. വൈ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പൗലോസ്? വൈ യു ഡിഫെൻഡ് യുവർ അപ്പോസ്റ്റൽഷിപ്പ്? കാരണം ഇവർ പൗലോസിന്റെ അപ്പോസ്തലത്തെ തന്നെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അറ്റാക്കിംഗ് ദ മാൻ ഇറ്റ് സെൽഫ്. അടുത്തത് സുവിശേഷത്തെ അറ്റാക്ക് ചെയ്യുകയാണ്. 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അപ്പം ഹിസ് ഗോസ്പൽ വാസ് അറ്റാക്ഡ്, the apostleship was attacked. ഇതെല്ലാം പൗലോസ് ആദ്യത്തെ 1-2 അധ്യായങ്ങളിൽ ഡിഫെൻഡ് ചെയ്തിട്ട് പറയുകയാണ്, ഇറ്റ് ഈസ് നോട്ട് ബൈ മീ. പത്രോസോ അല്ലെ യാക്കോബ് ഇവരൊന്നും എന്നെ കേൾപ്പിച്ചതോ തന്നതോ കൈവപ്പ് ശുശ്രൂഷ ചെയ്തൊന്നുമല്ല. ക്രിസ്തുയേശുവിന്റെ വെളിപ്പാട് ഞാൻ പ്രാപിച്ച സുവിശേഷമാണ്. അത് എനിക്കോ യാക്കോബിനോ കേഫാവിനോ അല്ല. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ പഴയ നിയമത്തെ ഒരു ദൂതൻ മൂലം തന്നതുപോലെ ഇനി ഒരു പുതിയ സുവിശേഷം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ദൂതൻ തന്നാൽ പോലും അവൻ ശപിക്കപ്പെട്ടവൻ. ഈവൻ we cannot change the gospel. ഞങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല. ഞങ്ങൾ പ്രസംഗിച്ച കാര്യം ഞങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പം ഒന്ന്, ഈസ് ഡിഫെൻഡിങ് ഈസ് അപ്പോസ്റ്റൽഷിപ്പ്, ആൻഡ് സെക്കൻഡ് ഈസ് ഡിഫെൻഡിങ് ദ ഗോസ്പൽ. ഞാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ആൽബിയോടുള്ള സ്നേഹം ഞങ്ങൾ എല്ലാ ആഴ്ചയിലും സംസാരിക്കും. വൺ ഓഫ് ദ തിങ് ദാറ്റ് ഐ ലവ് ഹിം, എനിക്കറിയാം ഒരു സുവിശേഷ ഡിഫെൻസിൽ ഞാൻ അഥവാ തനിച്ച് നിൽക്കേണ്ട വന്നാൽ മുമ്പോട്ട്, ഐ വുഡ് വാണ്ട് പാസ്റ്റർ ആൽബി ടു വിത്ത് മീ. എനിക്കറിയാം ആ സുവിശേഷത്തിന് വേണ്ടി ജീവൻ കളഞ്ഞു വരെ നിൽക്കുമെന്ന് എനിക്കറിയാം. ദാറ്റ് ഈസ് വൈ ഐ ലവ് ഹിം. ദാറ്റ് ഈസ് വൈ ഐ ലവ് മൈ പാസ്റ്റർ. ദാറ്റ് ഈസ് വൈ ഐ ലവ് ഹിസ് സൺ. കാരണം പാസ്റ്ററെ ലോകം അറിയാവുന്നത് കൊണ്ടല്ല, സഭ വലുതായത് കൊണ്ടല്ല, ബിക്കോസ് ഈ സത്യം എൻ്റെ ഉള്ളിൽ വന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. എന്നാൽ അത് ഉപയോഗിക്കപ്പെട്ട പാത്രങ്ങളാണ് ഇവര്. അപ്പോൾ തന്നെ ഈ സത്യത്തിന് വേണ്ടി നിൽക്കുന്നത്, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് എൻകറേജ്മെന്റ് ഫോർ അസ്. ജീവൻ പോയാലും എന്തെല്ലാം നഷ്ടം വന്നാലും ഈ സുവിശേഷത്തെ കലക്കുന്നവരെ അല്ല, കലക്കുവാൻ ഞങ്ങൾക്ക് അധികാരമില്ല. ഈ ഒറ്റ സുവിശേഷം മരിക്കുന്നത് വരെ പ്രസംഗിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. We must not tolerate
pinch of poison. A little leavens the whole lump of dough. അപ്പം ഈ രണ്ട് ഡിഫൻസ് നടത്തിയതിന് ശേഷം ഈ ദുരുപദേശക്കാരുടെ എഫക്റ്റ് നോക്കണേ ദൈവസഭയിൽ കടന്നു വന്നത്. നിങ്ങൾക്കിത് അറിയാവുന്നവരാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാനൊന്ന് ഓടിച്ചു പറയാം. 1:6 വായിക്കുന്നത്, വിളിച്ചവനെ ഇവർ വിട്ടു. They have deserted the Lord. ആലോചിക്കേ. 5:7 വായിക്കുന്നത്, നല്ലതുപോലെ ഓടിയവരായിരുന്നു, ഇപ്പൊ ഓട്ടം തോറ്റി തടുത്തു. ആര് ഓട്ടത്തെ തടുത്തിരിക്കുക. 5:7. 3:1 പറയുകയാണ്, അത് നല്ലൊരു തർജ്ജമയാ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിതാര്. ശുദ്രം ചെയ്ത് മയക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ബുദ്ധി വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് ബുദ്ധി ഇല്ലാത്ത ഗലാത്യരെന്ന് വിളിച്ചത്. കാരണം ഈ ബുദ്ധി പോയി. അപ്പൊ ഈ പ്രസംഗം ഇന്നത്തെ ഏറ്റവും വലിയ അപകടമാണ്. ഈ പ്രസംഗത്തിന്റെ കൊഴുപ്പിൽ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഈ ബുദ്ധി അങ്ങ് മറിയും. ഈ ബുദ്ധി മറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഈ പുള്ളി പറയുന്നതെല്ലാം അങ്ങ് സ്വീകരിക്കും, എല്ലാം അങ്ങ് കേൾക്കും, എല്ലാം അങ്ങ് അനുസരിക്കും. അങ്ങനെ ബുദ്ധി മറിഞ്ഞു പോയി. ഈ ദുരുപദേശക്കാര് വന്ന് ഇവരുടെ ബുദ്ധിയെ മറിച്ചു കളഞ്ഞു. 5:4 വായിക്കുന്നത്, കൃപയിൽ നിന്ന് വീണു. They have fallen from the grace. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4:16 വായിക്കുമ്പോൾ പൗലോസിനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ വളരെ വ്യത്യാസമായി. നമുക്ക് 6:14 വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ വരുന്നത്. ഇവരെങ്ങനെ അകത്ത് വരുന്നതെന്ന് അറിയാമോ? 2:4 പറയുന്നത്, നുഴഞ്ഞകത്ത് വരുന്നു. They come secretly. പൊതുവിലല്ല, സീക്രറ്റ്ലി. പാസ്റ്റർ അറിയാതെ വീട്ടിൽ വരും, ഫോൺ വിളിക്കും, പായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അങ്ങനായി തുടങ്ങുന്നത്, പായിട്ട് പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് തോന്നും, അയ്യോ എൻ്റെ പാസ്റ്ററിനെക്കാട്ടി തീവ്രതയും എരിവും ഉണ്ടല്ലോ, എൻ്റെ പാസ്റ്ററിന് ഇത്ര എരിവില്ല, വന്ന് ചായ കുടിച്ചങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷെ ഇത് പായിടാൻ പറയുന്നു, ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അത് 15 മിനിറ്റ് ഒന്നുമല്ല, 1 മണിക്കൂറൊക്കെയാ. എന്തോ കരച്ചില്ല, ഒരു ബന്ധമില്ല. അപ്പൊ പൗലോസ് ഒരു കാര്യം ഇവരോട് പറഞ്ഞെന്ന് അറിയാമോ? ഇവര് കാണിക്കുന്ന എരിവേ ഗുണത്തിനല്ല. ഒരു തർജ്ജമ ഇങ്ങനെ വായിക്കുന്നത്, ഞാനത് മലയാളത്തിലോട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇതിങ്ങനെ എഴുതിയിരിക്കുന്നത്, പൗലോസ് പറയുക അവരോട്, നിങ്ങൾ അവരെ മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടി അവർ നിങ്ങളെ എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നു. 4:16-17 വാക്യങ്ങളിൽ അങ്ങനാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താ ഇത്ര എരിവ്, എന്താ ഇത്ര തീവ്രതയോടെ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ വിഷയങ്ങൾക്ക് നമ്മുടെ പാസ്റ്ററേക്കാട്ടിൽ കൂടുതൽ ദാഹം എന്തായാണ് ഇവർക്ക്? എന്താ കാര്യം? ബിക്കോസ് അവരെ ചൂണ്ട ഇട്ടതേ ഉള്ളൂ. ആ ചൂണ്ടയിൽ എങ്ങനെങ്കിലും ഒന്ന് കൊരുക്കണം, ഒന്നെങ്കിലും ഒന്ന് വീഴാൻ വേണ്ടി കാണിക്കുന്ന എരിവ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഗുണത്തിനല്ല കേട്ടോ. ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ യു. ഇനിയാണ് എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വരാൻ പോകുന്നത്. ഈ സ്വഭാവം ഒന്ന് നോക്കിക്കേ. ഈ ദുരുപദേഷ്ടക്കാരുടെ സ്വഭാവം, അവർ നുഴഞ്ഞു വരുന്നു, അവരടിമപ്പെടുത്താൻ നോക്കുന്നു. അസാധാരണ എരിവാണ് മറ്റുള്ളവരോട് അവർ കാണിക്കുന്നത്. ഭയങ്കര സ്നേഹമായിരിക്കും, ഭയങ്കര കരുതലായിരിക്കും, ഭയങ്കര കാര്യങ്ങളായിരിക്കും. അത് ഗുണത്തിനല്ല എന്ന് പൗലോസ് പറയുകയാണ്. എന്നാൽ ഇവർ അടുത്തൊരു സ്വഭാവം കാണിച്ചതിന് ശേഷം നമ്മുടെ കുറുവാക്യത്തിലേക്ക് നമുക്ക് വരണം. അതിൻ്റെ 12-ാം വാക്യം ഒന്ന് പരസ്യമായി ഒന്ന് വായിക്കാമോ? 6:12. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിന്റെ ക്രൂശു നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. ഇവരുടെ അടുത്തൊരു കാര്യം, ജഡത്തിൽ സുമുഖം കാണിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് ഇവർ. എന്തിനാ ഈ ജഡത്തിൽ സുമുഖം കാണിക്കുന്നത്? അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം സൂക്ഷ്മമായി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന്. അതിവർ ഒരു നേച്ചറാണ്. ഇതൊരു ലോകത്തിന്റെ ഒരു നേച്ചറായത്. അതായത് വി ഡോണ്ട് വാണ്ട്. അപ്പൊ ഈ ക്രൂശ് എന്ന് പറയുന്നത് കൊണ്ടുവരുന്ന കാര്യം, ഇറ്റ് ഈസ് എ ഷെയിം. അതൊരു ഷെയിം കൊണ്ടുവരും, അതൊരു പ്രതികൂലം കൊണ്ടുവരും. അവിടെ കൊടുത്തിരിക്കുന്നത് പോലെ ഉപദ്രവം കൊണ്ടുവരും. അത് വേണ്ട എന്ന് മനസ്സിലാക്കി ഇവർ ജഡത്തിൽ എന്തോ കാണിക്കുന്നു? സുമുഖം കാണിക്കുന്നു. ഗുഡ് ഫേസ്, നല്ല ഇമേജ്. പക്ഷെ എന്നെ
ആശ്ചര്യപ്പെടുത്തിയത് അതല്ല. ജഡത്തിൽ സുമുഖം ഇവര് കാണിക്കും, കാരണം ഇവര് ദുരുപദേശക്കാരാണല്ലോ. പിന്നെ അവരല്ലാതെ പിന്നെ ആരാ സുമുഖം കാണിക്കുന്നത്? പക്ഷെ എന്നെ ആശ്ചര്യപ്പെടുത്തിയത് യഥാർത്ഥമായി ദൈവ വിളി കേട്ട അപ്പോസ്തലന്മാരും സുമുഖം കാണിച്ചതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയത്. ആശ്ചര്യപ്പെടുത്തുക മാത്രമല്ല, ഇറ്റ് ഈസ് ചാലഞ്ച്ഡ് മീ. ഞാനത് വായിച്ചു പേടിച്ചു പോയി. കാരണം കൂടെ 3.5 കൊല്ലം നടന്ന് അനുസരിച്ച പത്രോസ് സുമുഖം കാണിച്ചു. ഓക്കെ, പത്രോസ് കാണിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇമ്പൾസീവ് പേഴ്സൺ ആണ്, അങ്ങനെ കാണിച്ചെന്ന് വരാം. ശേഷം യഹൂദന്മാരും കാണിച്ചു. എന്നാൽ മൂന്നാമത്തെ ഒരാളുണ്ട്, പുള്ളിയിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല സുമുഖം കാണിക്കുമെന്ന്. ആരാണ്? ബർന്നബാസ്. ബർന്നബാസ് വരെ സുമുഖം കാണിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പേരെന്താ? പ്രബോധനപുത്രൻ. എന്താ പ്രബോധനമായിരുന്നു! എത്ര പേരെ ക്രിസ്തുവിലേക്ക് നയിച്ച മനുഷ്യനാണ്. ഈ വാസ് സ്റ്റാൻഡിങ് ബാക്ക്, അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന പ്രബോധന പുത്രൻ എന്ന് പറയുന്ന ബർന്നബാസ് വരെ സുമുഖം കാണിച്ചു. എങ്ങനെ? എവിടെ? 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? താഴോട്ട് വായിക്കാമോ? എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറേ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോട് കൂടെ തിന്നു പോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ശേഷം യഹൂദന്മാരും അവനോട് കൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ കപടം കാണിക്കാൻ കാരണം? വൈ എ ഗുഡ് ഫേസ്? എന്തുകൊണ്ടാണ് സുമുഖം കാണിച്ചത്? കാരണം ഇതുവരെ ഒരുമിച്ചിരുന്ന് കഴിച്ചു, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ യഹൂദന്മാര് വന്നപ്പോൾ ഭയമായി, പേടിയായപ്പോൾ എന്തോലുള്ള പേടി? ഞങ്ങൾ ഇതുപോലെ ഈ ജാതികളുടെ കൂടെ കണ്ടിന്യൂസ് കഴിച്ചാലേ ഈ വന്നവര് ഞങ്ങളെ ഉപദ്രവിക്കും, എന്തെങ്കിലും പറയും, ഞങ്ങളുടെ ഇമേജിനത് പ്രശ്നമാകുമെന്ന് ധരിച്ചായിരിക്കണം പതുക്കെ അവിടെ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങി. ഒരുമിച്ച് കഴിച്ചുകൊണ്ടിരുന്ന കൈയൊക്കെ അങ്ങോട്ട് പുറകോട്ട് വെക്കുക. കണ്ടാൽ തോന്നും കഴിക്കുന്നില്ലായിരുന്നു എന്ന് തോന്നും. സുമുഖം കാണിക്കുക. ദുരുപദേശക്കാർ കാണിക്കുന്നുണ്ട്. അത് ഉപദ്രവം അവർക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട്, ഉപദ്രവം എടുക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ ഇത് പരിച്ഛേദനയേക്കണമെന്നും കാര്യങ്ങളെല്ലാം. ഞാൻ അവിടെ ഒന്നും പോകുന്നില്ല, കാരണം അവിടെ അതല്ല എൻ്റെ വിഷയം. അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അവർ ലൗകികരാണ്, അവരങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ വായനയിൽ മനസ്സിലായ കാര്യം, ഇത് ദുരുപദേശക്കാർ മാത്രമല്ല, ഉപദ്രവം സഹിക്കാതെ, ഉപദ്രവം ഏൽക്കാതെ വേണം എനിക്കും സുമുഖം കാണിക്കാം. പത്രോസ് കാണിക്കുന്നത് പോലെ എനിക്കും കാണിക്കാം. ബർന്നബാസ് കാണിച്ചതുപോലെ ഇവിടെ ഇരിക്കുന്ന നമുക്കും സുമുഖന്മാരായി ഇരിക്കാം. എന്താ ഈ സുമുഖത്തിന്റെ പ്രശ്നം? എന്താണ്? മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വളരെ ഭിക്ഷ കൊടുക്കുന്നവരായിരുന്നു, വളരെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു പരീശന്മാര്, ഉപവസിക്കുന്നവരായിരുന്നു. പക്ഷേ ഈ നീതിപ്രവർത്തികളെല്ലാം പള്ളിയിലും തെരുക്കോണുകളിലും മാത്രമേ ഉള്ളൂ. രഹസ്യത്തിലും വീട്ടിലും കുടുംബത്തിലും ഇതില്ല. നല്ല ആത്മീകന്റെ ഇമേജാ. ഈ ഉപവാസത്തെ കുറിച്ച് മത്തായി 6-ാം അധ്യായത്തിൽ പറയുന്നത് അവ മുഖം വിരൂപമാക്കുന്നു. എനിക്ക് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, എന്താ ഈ മുഖം വിരൂപമാക്കുന്നത്? എൻ്റെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഒക്കെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി മുഖം വിരൂപമാക്കും. അപ്പൊ ഞാനോർത്ത് ഇതുപോലെ വല്ലോ ആണോ? അല്ല, ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ചാരത്തിലും പൊടിയിലും കിടന്ന് ഇയ്യോബ് അനുതപിച്ച് മാനസാന്തരപ്പെട്ട ഇയ്യോബ് ആ പൊടിയിൽ കിടന്ന് യഥാർത്ഥ മാനസാന്തരം ഉണ്ടായി. എന്നാൽ ഈ പരീശന്മാര് ആ പൊടിയിൽ നിന്ന് കുറച്ച് പൊടി അങ്ങോട്ട് എടുത്ത് മുഖത്ത് തേച്ച് ചാരമൊക്കെ ഇട്ടിട്ട് തെരുക്കോണിലുകളും ഈ പള്ളിയിലൊക്കെ വന്ന് നിൽക്കുക. കാണുന്നവർ ചോദിക്കും, എന്താ ഒരു നിരാശ മുഖം? അപ്പൊ പറയും, ഉപവാസമാ. കഴിഞ്ഞ ആഴ്ചയിലും ഉപവാസമായിരുന്നു, അതിൻ്റെ അപ്പുറത്തെ ആഴ്ചയിലും ഉപവാസമായിരുന്നു. ചാരം മുഖത്തുണ്ടെന്നേ ഉള്ളൂ. ഉപവാസത്തിൽ വരേണ്ട, ഹൃദയത്തിൻ്റെ അകത്ത് വരേണ്ട ദുഃഖമില്ലാത്ത ഉപവാസം. മനസ്സിലാകുന്നുണ്ടോ പ്രിയരെ? അകത്ത് യഥാർത്ഥമായി വരേണ്ടത് എന്താണ്? മത്തായി എഴുതിയ സുവിശേഷത്തിൽ വായിക്കുന്നത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ.
ഈ ദുഃഖമായിരിക്കണം ഉപവസിക്കുന്ന ദൈവമക്കളുടെ ഉള്ളിൽ വരേണ്ടത്. എന്തിനോടുള്ള ദുഃഖം? കുഞ്ഞുങ്ങൾ പാസ്സായില്ല എന്നുള്ള ദുഃഖമല്ല, കുഞ്ഞുങ്ങളുടെ പേപ്പർ നീങ്ങുന്നില്ല എന്നുള്ള ദുഃഖവുമല്ല, എൻ്റെ കുഞ്ഞ് ഗൾഫിന് പോകാൻ കഴിയാതിരിക്കുന്നു എന്നുള്ള ദുഃഖവുമല്ല, എൻ്റെ കുഞ്ഞിന് ഒരു കുഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖവുമല്ല. എന്തിനുള്ള ദുഃഖം? അയ്യോ, യേശു ക്രിസ്തുവിന്റെ നീതി പോലെ എനിക്ക് നീതിയോടെ നടക്കാൻ കഴിയുന്നില്ല, ഐ കനോട്ട് ലിവ് ലൈക്ക് ജീസസ് എന്നുള്ള ആത്മീകമായിരിക്കുന്ന പാപത്തോടുള്ള ദുഃഖം നമ്മുടെ ഉള്ളിൽ വരുന്നതല്ലേ യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്നത്. അതല്ലാതെ ഉപവസിക്കുന്നു എന്ന് കാണിച്ചിട്ട് എന്താ കാര്യം? വളരെ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ അവരെ കൊടുത്തിരിക്കുന്നത് they love to pray. അവർ പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്ന എന്ന് പറഞ്ഞാൽ പാസ്റ്റർ പറയും, ഇന്നത്തെ യോഗത്തിന് വേണ്ടി സഹോദരന്മാരും പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു സഹോദരിക്ക് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടത്തില്ല. അതിനു മുമ്പേ ഈ സഹോദരി അങ്ങ് പ്രാർത്ഥിച്ചു കളയും. പാസ്റ്റർ നാവ് അങ്ങോട്ട് അകത്തിടുന്നതിന് മുമ്പേ പ്രാർത്ഥന തുടങ്ങി. പലർക്കും ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കണമെന്ന്, പക്ഷെ ഈ അമ്മാമ്മ ഒരിക്കലും സമ്മതിക്കത്തില്ല, ഈ അച്ഛൻ ഒരിക്കലും സമ്മതിക്കത്തില്ല പ്രാർത്ഥിക്കാൻ വളരെ ഇഷ്ടമുണ്ട്. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? മനുഷ്യന് വിളങ്ങേണ്ടതിന് വേണ്ടി, ടു ഷോ ദ ഇമേജ്. NLAG വളരെ കോഷ്യസ് ആയിരിക്കേണ്ട ഒരു കാര്യം, ദൈവവചനം വളരെ പത്യതയോടെ പ്രസംഗിക്കുകയും ഉപദേശിക്കുന്ന ദൈവസഭയാണ് നമ്മുടെ ദൈവസഭ. എന്നാൽ ഇതിൻ്റെ ബാനറിലല്ല നമ്മൾ ആത്മീകം കളിക്കേണ്ടത്, ഇതിൻ്റെ ഇമേജ് വെച്ചിട്ടല്ല ഞാനൊരു ആത്മീകൻ എന്ന് കാണിക്കേണ്ട. പ്രിയ സഹോദര സഹോദരി, ഇവിടെ ഇമേജ് വെച്ചത് കൊണ്ട് കാര്യമായില്ല. ഈ ദൈവസഭയിലായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഈ ദൈവസഭയിലായിരിക്കുന്നത് കൊണ്ട് അങ്ങ് ചെല്ലണമെന്ന് നിർബന്ധമില്ല. ഇമേജുകളെല്ലാം മാറ്റി യഥാർത്ഥ ഒരു ആത്മീകനായി തീരുവാൻ ഇന്ന് പകൽക്കാലം മാനസാന്തരപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അവിടെ ഇരുന്നത് കൊണ്ട് തന്നെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്ക്. എൻ്റെ വെളിയിലുള്ള ഇമേജുകളെല്ലാം നീക്കി, അല്ല, നല്ല വചനം പ്രസംഗിക്കുന്ന ഒരു ദൈവസഭയിൽ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രശംസ അത് നീക്കി. കർത്താവേ, അവിടുത്തെ വചനം എൻ്റെ ഉള്ളിൽ അവിടുന്ന് ഇറങ്ങി ക്രിയ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പകൽക്കാലം എത്ര പേരിവിടെയുണ്ട്? സ്തോത്രം. എങ്ങനെയുള്ള ഉപവാസമാ വേണ്ടത്? അല്ലെങ്കിൽ സഭയെ പ്രഖ്യാപിക്കുമ്പോൾ ഉപവാസം എന്നാൽ ഇരുന്നു കൊള്ളാം എന്നുള്ളതല്ല. യഥാർത്ഥമായിരിക്കുന്ന ഒരു ദുഃഖം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. മണവാളൻ കൂടില്ലല്ലോ, മണവാളൻ കൂടെ വരുന്ന സമയം വരെ ആ മണവാളനെ കാത്ത് ആ മണവാളന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കാന്തയെ പോലെ അല്ലെങ്കിൽ വിശുദ്ധമായി തീരുവാൻ നമ്മളെ തന്നെ കഴുകി വചനത്താലുള്ള കഴുകലുള്ളിൽ സംഭവിച്ച് യഥാർത്ഥ മാനസാന്തരപ്പെടുന്ന ഒരു ദുഃഖം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ ഇമേജ് കാണിക്കുന്ന ഒരു സമൂഹമാണ് നാം ആയിരിക്കുന്ന സമൂഹം. ഇമേജ്, ക്രിസ്ത്യൻ എന്നുള്ള ഇമേജ്, ഭക്തൻ എന്നുള്ള ഇമേജ്, നല്ല വ്യക്തി എന്നുള്ള ഇമേജ്. ബട്ട് there is no true love inside. There is no true godliness inside. നമ്മൾ തിമോഥെയോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത്, അന്ത്യകാലത്ത് ഭക്തിയുടെ വേഷം ധരിച്ച് അനേകർ അതിൻ്റെ ശക്തിയെ ത്യജിച്ചു കളയും. എൻ്റെ മറുവശയോടെ പറയാം, ശക്തിയുടെ വേഷമായിന്ന്. എന്തുവാ എഴുന്നേറ്റിരിക്കുന്നതിന് ശക്തിയോടാ. ചിലരങ്ങ് സ്പ്രിങ്ങെ നിൽക്കുന്നത് പോലെ. നമ്മൾ സ്പ്രിങ്ങെ നിന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ പ്രശ്നമുണ്ടെന്നാ. നമ്മൾ സ്പ്രിങ്ങെ നിന്നില്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് ദി ഹോളി സ്പിരിറ്റ്. അങ്ങനെ ചിന്തിക്കുന്നത് പലരും. ഇന്ന് കയറി നിൽക്കുന്നത് തന്നെ സ്പ്രിങ്ങിലാണ്. ശക്തിയുടെ പ്രദർശനമുണ്ട്, ബട്ട് നോ ഗോഡ്ലിനെസ്. നോ ഗോഡ്ലിനെസ്. പവർ ഉണ്ട്, നോ ഗോഡ്ലി. പൗലോസ് പറഞ്ഞു, ഗോഡ്ലിയുടെ ഇമേജ് ഉണ്ട്, ബട്ട് നോ പവർ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നാം വന്നിരിക്കുമ്പോൾ ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിക്കുന്നു. ഈ ദൈവസഭ അങ്ങനെ വ്യത്യസ്തമായി നിൽക്കുവാൻ കർത്താവ് നമ്മളോട് കൃപ ചെയ്തല്ലോ. ഞാൻ പ്രാർത്ഥിക്കുന്നത് നമ്മൾ എല്ലാവർക്കും അനുഭവം ഉണ്ടാകട്ടെ. ചിലർ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു കുട്ടി തൊട്ട് പ്രായമുള്ളവർ വരെ, അയ്യോ, ഈ സുവിശേഷം എത്ര മാഹാത്മ്യമായ സുവിശേഷമാണ്. ഇത് മാറ്റുന്ന സുവിശേഷമാണ്. അവിടെ ഇവിടെ ചില മാറ്റങ്ങളല്ല, ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോം ചെയ്യുന്ന, ക്രിസ്തുവിന് വേണ്ടി ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന സുവിശേഷമാണല്ലോ എന്ന് മനസ്സിലാക്കി നാം ജീവിക്കാം. അടുത്തത് ഞാൻ പെട്ടെന്ന് ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗലാത്യരും സുമുഖന്മാരായി. പത്രോസായി,
ശേഷം യഹൂദന്മാരായി. ബർന്നബാസ് സുമുഖം കാണിച്ചു, ഗലാത്യര് സുമുഖം കാണിച്ചു. പെട്ടെന്ന് വായിച്ചിട്ട് 4:13 തൊട്ടുള്ള വാക്യം. ചാപ്റ്റർ 4 verse 13. ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുയേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയത്രേ ചെയ്തത്. എന്താ ഗലാത്യർ ചെയ്തെന്നറിയാമോ? ബലഹീനനായ അപ്പോസ്തലനെ കണ്ടപ്പോൾ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്തില്ല. വളരെ പ്രശംസയോടെ അവർ കൈക്കൊണ്ടു. എന്താ കാരണം എന്നറിയാമോ? ബലഹീനന അപ്പോസ്തലനെങ്കിലും തൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അവർ കാണുവാനിടയായി. ക്രിസ്തുവിൻ്റെ ശക്തി അവർ കാണുവാനിടയായി. They saw the power of God in him. അതുകൊണ്ട് പൗലോസിന്റെ ബലഹീനതയിലല്ലായിരുന്നു അവർ പ്രശംസിച്ചത്. ഈ ബലഹീനനായിരിക്കുന്ന മനുഷ്യനെയും ദൈവം എടുത്ത് ഉപയോഗിക്കുന്നല്ലോ എന്നുള്ള ആത്മപ്രശംസയായിരുന്നു ഗലാത്യർക്ക് അന്നുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ നോക്കിക്കേ, മുമ്പോട്ട് വായിച്ചു. നിങ്ങളുടെ ഭാഗ്യ പ്രശംസ എവിടെ? നിങ്ങളുടെ ഭാവി പ്രശംസ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറയുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തുവായി തീർന്നു? എന്താ ശത്രുവാകാൻ കാരണം? സത്യം പറയുന്നത് കൊണ്ട്. അപ്പൊ കണ്ടോ, ശത്രുവായി. ഇന്നലെ വരെ പാസ്റ്ററോട് പറഞ്ഞത്, പാസ്റ്ററെ എൻ്റെ കണ്ണുണ്ടല്ലോ, പാസ്റ്റർ കണ്ണ് കണ്ടിട്ട് വളരെ ബലഹീനമായിരിക്കുന്ന കണ്ണ്, എൻ്റെ കണ്ണ് ഞാൻ ഊരിത്തരാം. ഇത് ഞാൻ ബൈബിളിലെ വായിച്ചിട്ടുണ്ട്. നേരിട്ട് ഞങ്ങളുടെ ചർച്ചിൽ നടന്നു. ഊരി കൊടുത്തില്ല ആരും. എൻ്റെ പപ്പയോട് ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു പെങ്കൊച്ച് പറഞ്ഞു, മകളെ പോലെ പപ്പ സ്നേഹിക്കുന്നത്. പപ്പയ്ക്ക് തീരെ വയ്യാതെ കിഡ്നിയുടെ രോഗമായി വന്നപ്പം ഈ പെങ്കൊച്ച് പപ്പ എടുത്ത് വന്നിട്ട് പറയുകയാണ്, പാസ്റ്ററിൻ്റെ ആ കിഡ്നിയുടെ രോഗം എനിക്കിങ്ങ് തന്നേരം, ഞാൻ അങ്ങ് എടുത്തോളാം, എൻ്റെ ആരോഗ്യം പാസ്റ്റർ എടുക്ക് അങ്ങ് പറഞ്ഞിട്ട് പൊട്ടിക്കരയുക. ഞാൻ ആ സമയത്ത് ആ പെങ്കൊച്ചിൻ്റെ സ്നേഹം ഞാൻ അതുവരെ അങ്ങനെ ചിന്തിച്ചില്ല. പക്ഷെ ഈ പെങ്കൊച്ചിൻ്റെ ആ സ്നേഹം നോക്കിക്കേ, സോ ലവ്. ഇത് ഞാൻ അങ്ങ് തരാം, പാസ്റ്ററിൻ്റെ ആ രോഗം എനിക്ക് തന്നു. ഈ സ്നേഹിക്കപ്പെട്ടവര് ഇപ്പോ പൗലോസിന്റെ കത്ത് പോട്ടെ, ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ ദേഷ്യമാണ്. അപ്പൊ പാസ്റ്റർ വിളിക്കും, ഈ ആഴ്ച അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അപ്പം പറയും, പാസ്റ്റർ ഈ ആഴ്ച വരണ്ട, ഈ ആഴ്ച ഞങ്ങൾ ഇച്ചിരി പുറത്തോട്ടൊന്ന് പോവുക. അപ്പൊ പാസ്റ്റർ വിചാരിക്കും, ശരിയാ, പുറത്തോട്ട് പോവുമായിരിക്കും. അപ്പൊ അടുത്ത ആഴ്ച വിളിക്കും, ഞങ്ങൾ അങ്ങോട്ടൊന്ന് കിടക്കാൻ നോക്കുന്നു. അയ്യോ പാസ്റ്റർ ഇപ്പൊ ഒരു കോള് വന്നു, ഇപ്പൊ അങ്ങോട്ട് പോവുക. അപ്പൊ പാസ്റ്റർ ചിന്തിക്കടാ, 2 ആഴ്ചയായിട്ട് എന്നെ റിജക്റ്റ് ചെയ്യുന്നത് പോലെ ആവുന്നല്ലോ, ഇങ്ങനെ അല്ലായിരുന്നല്ലോ. പണ്ട് വരുന്നോ എന്ന് പറയുമ്പോൾ തന്നെ വരുക എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പം എന്തോ പറ്റി? വാട്ട് ഹാപ്പൻ? ആ പഴയ സ്നേഹം കാണുന്നില്ലല്ലോ. ദർ ഇസ് നോ ലവ്. എന്താ കാരണം എന്നറിയാം? ഈ സ്നേഹം ഇത്രയൊന്ന് ആകാൻ കാരണം ഞായറാഴ്ച സത്യം പ്രസംഗിക്കുന്നതുകൊണ്ടാണ്. ഞായറാഴ്ച സത്യം പ്രസംഗിച്ചപ്പോൾ ഹൃദയത്തിൽ കയറി കുത്തുകൊണ്ടു. അപ്പോൾ ആ കുത്തുകൊണ്ടപ്പോൾ ഭാഗ്യമായി കാണിക്കുന്നൊന്നുമില്ലെങ്കിലും പക്ഷെ അല്പം പുറകോട്ടൊന്ന് വലിഞ്ഞു. ഇതാ ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പം പൗലോസിന്റെ വാക്ക് പോലും കേൾക്കുന്ന ഇഷ്ടമല്ല. പണ്ട് ദൈവദൂതനെ പോലെ കരുതിയവരാ, യേശു ക്രിസ്തുവിനെ പോലെ കരുതിയവരാ. പക്ഷെ ഇപ്പോൾ they doesn't like him. എന്താ കാരണം എന്ന് നമുക്കറിയാമല്ലോ. സത്യസുവിശേഷത്തിൽ നിന്ന് അവർ പിന്മാറിപ്പോയി. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം ദുരുപദേശം. നമുക്ക് അറിയാം, സമൃദ്ധിയുടെ സുവിശേഷം ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇവിടെ നിങ്ങൾക്കറിയാം. സമൃദ്ധിയുടെ സുവിശേഷം പലരും, നമ്മുടെ ഇടയിൽ ഇരിക്കുന്ന പലരും അത് അംഗീകരിക്കുന്നില്ലെന്നറിയാം. പക്ഷെ രണ്ടാമത്തെ ഒരു സുവിശേഷമുണ്ട്, സെൽഫ് ഹെൽപ്പ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷനായിട്ട് കേൾക്കാൻ ഭയങ്കര താല്പര്യം. എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം കേൾക്കാൻ, എനിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്, എൻ്റെ ഭാവിയെക്കുറിച്ച് മോട്ടിവേറ്റായിട്ട് പ്രസംഗിക്കുന്ന പ്രസംഗം. ഈ ഗ്രൂപ്പ് ഈ ആദ്യത്തെ സമൃദ്ധിയുടെ സുവിശേഷത്തെ റിജക്റ്റ് ചെയ്യുന്നവരായിരിക്കും. അത് ദുരുപദേശമെന്ന് അറിയാം. പക്ഷെ ഇവര് ആയിരിക്കുന്നത് ഈ മോട്ടിവേഷണൽ പ്രസംഗം കേട്ട് ഉപദേശം പറയുമ്പോൾ ഒരു താല്പര്യമില്ല. മൂന്നാമത്തെ വേറൊരു അപകടം നമ്മുടെ സമൂഹത്തിൽ, ഞാൻ കഴിഞ്ഞ ദിവസമാണത് അന്ന് അല്പം കൂടെ വ്യക്തമായി എനിക്ക് മനസ്സിലായത്. എൻ്റെ കുറച്ച് റിലേറ്റീവ്സൊക്കെ വീട്ടിൽ വന്നപ്പം എൻ്റെ അമ്മച്ചി തനിച്ച വിശ്വാസത്തിൽ വന്ന ഒരു അമ്മച്ചിയാണ്, മർത്തോമയിൽ നിന്ന്.
ആ അമ്മച്ചി ഇവരെല്ലാം കണ്ടപ്പോൾ, അവർ മർത്തമ്മക്കാരാണ്, ഇവരെല്ലാം കണ്ടപ്പോൾ അങ്ങോട്ട് ആവേശം വന്ന് സുവിശേഷം പറയാൻ തുടങ്ങി. അപ്പം അമ്മച്ചി പറയാൻ തുടങ്ങിയപ്പോൾ ഞാനും കൂടെ പറയാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവരോട് സുവിശേഷം പറഞ്ഞു. അങ്ങനെ സുവിശേഷം പറഞ്ഞപ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യം, എന്നാലും അമ്മച്ചി അവിടെ വരുമ്പം സ്നാനപ്പെടണം, ഇതെല്ലാം ഊരണം. അപ്പം അമ്മച്ചി ഒന്നും മിണ്ടിയില്ല. കാരണം നിങ്ങളല്ല ആദ്യമായിട്ട് ഞങ്ങളോട് പറയുന്നത്. ഞങ്ങളുടെ അടുക്ക് ഒത്തിരിയും പാസ്റ്റർമാരും ബന്ധുക്കൂസുകാരൊക്കെ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞത് സ്നാനപ്പെടണമെന്നും ഊരണമെന്നുമാണ്. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ വന്നവരാരും സുവിശേഷം പറഞ്ഞില്ല. വന്നവരെല്ലാം പറഞ്ഞത് ഊരണമെന്നാ. വന്നവർ പറഞ്ഞതെല്ലാം മുങ്ങണമെന്നാ. അവർക്ക് മുങ്ങുകയും വേണ്ട, ഊരുകയും വേണ്ട. അപ്പോഴാണ് അയ്യോ ഇത് ഊരും ഒന്നും അല്ല ആദ്യത്തെ വിഷയം, ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം. അന്തം വിട്ട് നിൽക്കുക, ആദ്യമായിട്ട് കേൾക്കുക എന്താ പാപം, എന്താ പാപമോചനം, എന്താ നീതീകരണം, എന്താണ് ഈ ട്രാൻസാക്ഷൻ എന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുക. എന്താ നമ്മുടെ സമൂഹത്തിലെ പ്രോബ്ലം? സമൂഹത്തിലെ പ്രോബ്ലം സുവിശേഷമല്ല അറിയിക്കുന്നത്. ആദ്യം പറഞ്ഞ സ്നാനപ്പെടുന്നതിലല്ല രക്ഷ. സുവിശേഷം മനസ്സിലാക്കി യേശുക്രിസ്തു ആരാ എന്ന് രക്ഷിതാവ് മാത്രമല്ല കർത്താവുമാണ് എന്ന് ഗ്രഹിച്ച് വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ രക്ഷ. ആ രക്ഷിക്കപ്പെടുന്നവരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. എന്നാ നമ്മൾ എന്തോ ചെയ്തു? ആദ്യം കൊണ്ടുവന്നു സ്നാനം. നമ്മൾ എന്തോ ചെയ്തു? സ്വർണം. നമ്മൾ എന്തോ കൊണ്ടു? തുണി. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടങ്ങ് നിർത്തി. യഥാർത്ഥ സുവിശേഷത്തിലേക്കാണോ ഇവർ വരുന്നത്? അല്ല, പെന്തക്കോസ്തിലോട്ടാണ് വരുന്നത്. സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുന്ന അനുഭവത്തിലേക്കല്ല. പ്രിയരെ, അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് സുവിശേഷം പ്രസംഗിക്കുവാനും സുവിശേഷം കേട്ടവരോട് ക്രിസ്തു ഉരുവാകുവാനുള്ള അനുഭവം നമുക്ക് കർത്താവ് നൽകുമാറാകട്ടെ. ഇവരുടെ അടുത്തൊരു പ്രത്യേകത 6-ാം വാക്യം 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ജഡത്തിൽ പ്രശംസിക്കുന്നു. ഞാനത് വരിയായിട്ട് അങ്ങ് പറഞ്ഞങ്ങ് പൊക്കോളാം. ഇവർ ഈ ഗലാത്യരുടെ ജഡത്തിൽ, അല്ലെങ്കിൽ they are praising, they are boasting on the numbers. ഇവര് കണക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? യെരുശലേമിൽ ഞങ്ങള് ഈ ആഴ്ച 50 പേരെ പരിച്ഛേദന ചെയ്ത് കേട്ടോ. ആഹാ, കൊള്ളാലോ. കഴിഞ്ഞ ആഴ്ച 25 പേരെ ഉള്ളായിരുന്നില്ലേ? ഈ പ്രാവശ്യം 25 കൂടി 50 അടുത്ത ആഴ്ച 25 പേര് റെഡിയാണ് ഗലാത്യ സഭകളിൽ പരിച്ഛേദന ഏൽക്കാൻ വേണ്ടി. അങ്ങനെ ഈ നമ്പേഴ്സിൽ ഇവരെന്ത് ചെയ്യുകയാണ്? പ്രശംസിക്കുകയാണ്. അല്ലാതെ ഈ ന്യായപ്രമാണം പ്രസംഗിക്കുന്നവരൊന്നും ന്യായപ്രമാണം അനുസരിക്കുന്നവരല്ല. താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, ഈ പരിച്ഛേദനക്കാരെന്ന് പരിച്ഛേദന പ്രസംഗിക്കുന്നവരൊന്നും ന്യായപ്രമാണം അനുസരിക്കുന്നവരല്ല. നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കണക്കിലാണ് പ്രശംസ. ചർച്ചിന്റെ വെളിയിൽ കിടക്കുന്ന വണ്ടി, അകത്തുള്ള ഡോക്ടേഴ്സ്, എത്ര വിശ്വാസികള്, AC റൂം, ഇതിലൊക്കെയാണ് പ്രശംസ. പണ്ടൊരാൾ പറഞ്ഞതുപോലെ, ഞങ്ങളുടെ ഇവിടെ സ്തോത്രാഴ്ച പണ്ട് കൈകൊണ്ടായിരുന്നു എണ്ണിക്കൊണ്ടിരുന്നത്, ഇപ്പൊ കൈകൊണ്ട് എണ്ണാൻ വയ്യ, ഇപ്പൊ മിഷ്യൻ വാങ്ങിച്ചിട്ടാണ്. ആ മിഷ്യനാണ് പ്രശംസ, വണ്ടിയാണ് പ്രശംസ, ഇമേജാണ്, ബ്രാൻഡാണ്. എൻ്റെ വാട്സപ്പ് സ്റ്റേറ്റസിനകത്ത് അനേക ദേവദാസന്മാരുടെ സ്റ്റേറ്റസ് ഞാൻ കാണാം. ചിലരൊക്കെ കാണുമ്പോൾ എനിക്ക് ദുഃഖമാ. തിങ്കളാഴ്ച കോട്ടേജ് മീറ്റിംഗിന്റെ ഫ്ലയർ വരെ അടിച്ചിടുന്ന മഹാന്മാരുണ്ട്. എന്താ കാര്യം? ആരെങ്കിലും വരാനാണോ? ഒന്നുമല്ല. ഇത് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു സംഭവമാണെന്ന്. കോട്ടേജ് മീറ്റിംഗിന്റെ ഫ്ലയർ അടിച്ചിടുന്ന മഹാന്മാരുടെ ഇടയിൽ ഇമേജ് കാണിക്കുന്ന, ഞങ്ങൾക്ക് എന്തോ ഉണ്ടെന്ന് കാണിക്കുന്ന ഇമേജ്, പ്രശംസ. ആ പ്രശംസയുടെ നടുവിൽ പൗലോസ് പറയുന്നത് എനിക്കോ. എന്താ അതിന്റെ അർത്ഥം? പത്രോസിന് അങ്ങനല്ലായിരിക്കും, ഇപ്പോൾ ബർന്നബാസിന് അങ്ങനല്ലായിരിക്കും, ഗലാത്യരെ നിങ്ങൾക്ക് അങ്ങനല്ലായിരിക്കും. എനിക്കോ എന്താണ്? എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ എനിക്കോ. ഇന്ന് പകൽക്കാലം ഈ ദൈവവചനം കേൾക്കുമ്പോൾ എല്ലാവരുടെ മനോഭാവം എനിക്കറിയത്തില്ല, എന്നാൽ നിങ്ങളിൽ ചിലർ എഴുന്നേറ്റ് പറയണം, എല്ലാവരും മാറിക്കൊള്ളട്ടെ, സുമുഖന്മാരായിക്കൊള്ളട്ടെ. എനിക്കോ എൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ. പെന്തക്കോസ്തുകാർ സകലരും മാറിക്കൊള്ളട്ടെ, എനിക്ക് വിഷയമല്ല. ഈ പെന്തക്കോസ്തിന്റെ ഇടയ്ക്ക് നിന്ന് ഒരു പുതിയൊരു പെന്തക്കോസ്തായി, ഈ പെന്തക്കോസ്തിന്റെ ഇടയ്ക്ക് നിന്ന് ഒരു റീഫോംഡ് പെന്തക്കോസ്തായി ഞാൻ എഴുന്നേറ്റ് നിന്ന് പറയും, എനിക്കോ
Let the prominent preachers go like that. അല്ലെങ്കിൽ വലിയ പ്രാസംഗികന്മാര് പോകട്ടെ, വലിയ സ്ഥാപകന്മാർ അങ്ങനെ ആയിക്കൊള്ളട്ടെ. നേരത്തെ അവർ അങ്ങനെ അല്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ സുമുഖന്മാരായി പോയി. എന്നാൽ ഞാൻ സുമുഖനാകത്തില്ല. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ, അടുത്ത പറഞ്ഞ കാര്യം കണ്ടോ, ഇടവരരുത് എന്ന് പറഞ്ഞാൽ നാളെയും എനിക്കിങ്ങനെ പ്രശംസിക്കാൻ വരും. എന്നാൽ എന്റെ പ്രാർത്ഥന ഇതാണ്, ഓൺലി വൺ ഡിവോഷൻ, അതിലല്ലാതെ ഞാൻ പ്രശംസിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം എത്ര പേര് തീരുമാനമെടുക്കും? അവിടെ ഇരുന്നുകൊണ്ട് സഹോദരി സഹോദരന്മാർ തീരുമാനമെടുക്കുമോ? ഹല്ലേലൂയ. എല്ലാവരും അങ്ങനെ ആയതുകൊണ്ട് ഞാനും അങ്ങനെ ആകുമെന്നല്ല പറയേണ്ടത്. എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളട്ടെ. അയ്യോ നല്ല പാസ്റ്റർ, വലിയ പാസ്റ്റർ അങ്ങനെ ആയതുകൊണ്ട് നമുക്കാകണം നിർബന്ധമില്ല. അവരായിക്കൊള്ളട്ടെ. എനിക്കോ എൻ്റെ കുടുംബത്തിനും എൻ്റെ സഭയ്ക്കും എൻ്റെ കർത്താവിൻ്റെ ദാസനും ക്രൂശിൽ അല്ലാതെ ഒരു വ്യത്യസ്തമായിരിക്കുന്ന ശബ്ദമായി ഈ ദിവസങ്ങളിൽ ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ കൂടെ ഞാൻ ദൂത് പറയട്ടെ. കർത്താവിന്റെ ദാസന്മാരെ മാത്രമല്ല, ഒരു വ്യത്യസ്ത സഭയായി, ഒരു വ്യത്യസ്ത ശബ്ദമായി നിങ്ങളിൽ ചിലരെ, തീരുമാനമെടുക്കുന്ന ചിലരെ ദൈവം ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. ജീവിതത്തിന്റെ വൻപ് വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, പിന്നെന്താ വേണം? കൂടാരത്തിന്റെ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. ക്രൂശിൻ നിറം മാത്രം മതി. ഒരു ഭംഗി വേണ്ട പ്രിയരെ, ഒരു വെച്ചുകെട്ടും വേണ്ട പ്രിയരെ, ഒരു ഇമേജും വേണ്ട, ഒരു സുമുഖനും ആകണ്ട. എന്താ പൗലോസ് പറയുന്നത് അറിയാമോ? അതിന്റെ 17-ാം വാക്യം എന്നെ വളരെ പിടിച്ചു കുലുക്കിയ ഒരു വാക്യമാണ്. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തത്, ഞാൻ യേശുവിന്റെ ചൂടടയാളം. ആഹാ, സുമുഖൻ അല്ലെങ്കിൽ മുഖത്തെന്തോ കാണും അറിയാമോ? യേശു ക്രിസ്തുവിന്റെ ബ്രാൻഡ് മാർക്ക്, ചൂടടയാളം ശരീരത്ത് കാണും. ചൂടടയാളം ഇല്ലാത്ത സകലരും സുമുഖന്മാരാണ്. എന്നാൽ ചൂടടയാളമുള്ള ഒരു തലമുറയായി NLAG കർത്താവ് എഴുന്നേൽപ്പിക്കുമാറാകട്ടെ. NLAGയുടെ മുദ്ര എന്ന് പറയുന്നത് നമുക്ക് ലോകം നമ്മളെ അറിയുന്നതല്ല, നമ്മൾ പ്രസിദ്ധരാകുന്നതല്ല. നമ്മുടെ ബ്രാൻഡ് മാർക്ക്, നമ്മുടെ വണ്ടിയോ ചർച്ചോ അല്ല നമ്മുടെ ബ്രാൻഡ് മാർക്ക്. നമ്മുടെ ബ്രാൻഡ് മാർക്ക് എന്ന് പറയുന്നത് we are suffering for the Lord Christ Jesus because we boast in the cross of Lord Jesus. ഹല്ലേലൂയ. എന്തുണ്ട് ശരീരത്ത്? യേശു ക്രിസ്തുവിന്റെ ചൂടടയാളം. ചൂടടയാളം ഉള്ളത് കൊണ്ട് കേഫാവിനെ എല്ലാവരുടെ മുമ്പിൽ നോക്കി എന്ത് ചെയ്തത്? താക്കീത് കൊടുത്തത്. ഒരു മടിയില്ല, കേഫാവിനെയും പേടിയില്ല. സീനിയറാ യേശു ക്രിസ്തുവിന്റെ കൂടെ നാളെ. എന്നാൽ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, ഞാൻ നേരെ പിന്നെ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചോളാം എന്നൊന്നുമല്ല പൗലോസ് പറഞ്ഞത്. എല്ലാവരുടെ മുമ്പിൽ ശാസിച്ചത്. ആലോചിച്ച് നോക്കിക്കേ, പത്രോസിൽ നിന്ന് കിട്ടാൻ പോകുന്നത് നമുക്കറിയത്തില്ല, അവിടെ എഴുതിയിട്ടില്ല. അവിടെ വന്ന യഹൂദന്മാര് പൗലോസിനെ എങ്ങനെ നോക്കും? അതൊന്നും പൗലോസിന് വിഷയമല്ല. അതുപോട്ടെ, കണ്ണ് ചുഴുതെടുത്ത് തരാമെന്ന് പറഞ്ഞ ഗലാത്യരുണ്ടല്ലോ, പത്രോസിനെ പിണക്കിയാൽ പ്രശ്നമൊന്നുമില്ല, പൗലോസിന് മിനിസ്ട്രി നടക്കും അല്ലേ? ബർന്നബാസിനെ പിണക്കിയാലും സീലാസ് ഉണ്ട്, തിമത്യോസ് ഉണ്ട്. ഗലാത്യ സഭയെ പിണക്കിയാലോ അതും പൗലോസിന് വിഷയമല്ല. പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളോട് സത്യം പറയുന്നത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായോ? ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ശത്രുവായാലും ഞാനത് പറയും. കാരണം എന്താ അറിയാമോ? ചൂടടയാളമുണ്ട്. ചൂടടയാളത്തിൻ്റെ അർത്ഥം എന്താ? മലയാളം ട്രാൻസ്ലേഷൻ എനിക്ക് തോന്നുന്നു നല്ലൊരു ട്രാൻസ്ലേഷൻ, ചൂട് അടയാളം എന്ന് പറഞ്ഞാൽ, ഞാനത് ശരി തെറ്റാണെങ്കിൽ ഇത് ക്ഷമിക്കണം, ഞാൻ ഗ്രീക്കൊന്നും പഠിച്ചിട്ടില്ല. ചൂടടയാളം ചൂടോടെ അടിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ പെർമനൻ്റാ. അടിമയുടെ മേളിൽ അങ്ങോട്ട് അടിക്കും. എന്തിനാണെന്നറിയാമോ? ഇവന്റെ മേളിൽ ഒരു ഉടമസ്ഥനുണ്ടെന്ന് കാണിക്കാൻ. സുമുഖന്മാർക്ക് ഉടമസ്ഥന്മാരില്ല. എന്നാൽ ചൂടടയാളമുള്ളൊരു ദൈവ പൈതലിന്റെ മേളിൽ ഒരു ഉടമസ്ഥനുണ്ട്. അവന് ഗലാത്യരെ അല്ല പ്രസാദിപ്പിക്കാൻ താല്പര്യം. അവർക്ക് താല്പര്യം കേഫാവിനെയോ ബർന്നബാസിനെയോ പ്രസാദിപ്പിക്കാനല്ല. അവന്റെ താല്പര്യം ചൂടടയാളമടിച്ച, ക്രൂശിൽ തനിക്ക് വേണ്ടി ജീവൻ നൽകിയ ആ ക്രിസ്തുവിനെ
ആ നാഥനെ പ്രസാദിപ്പിച്ച് ഈ സൃഷ്ടായുസ് ജീവിക്കണം. ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനത്തിലേക്ക് വരണം പ്രിയരെ. സുഖനാകാനാണോ നമുക്ക് താല്പര്യം, അതോ ക്രിസ്തുവിൻ്റെ ചൂടടയാളം നമ്മുടെ ശരീരത്തിൽ അടിയൊന്നും കൊണ്ടുള്ള ഭാഗ്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, എൻ്റെ പപ്പയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ കിട്ടിയവരിവിടെ കാണും. അത് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. അടി കിട്ടിയില്ലെങ്കിലും ക്രിസ്തുവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ, ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്ന പ്രസംഗം പ്രസംഗിക്കാൻ, ആരെതിർത്താലും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും, ഐ വിൽ പ്ലീസ് മൈ ലോഡ്. ഒരു തീരുമാനം നമുക്ക് എടുക്കാമോ? ഒരു തീരുമാനം. അങ്ങനെ തീരുമാനിക്കുന്നവർ അതാ സ്ഥാനങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? സുമുഖനായി അല്ല, യേശു ക്രിസ്തുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ, എൻ്റെ ജീവിതത്തിൽ അടിക്ക് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം.